എഴുന്നേറ്റ് സ്കൂളിൽ പോകണ്ടേ? എങ്ങനെയാണെന്ന് ഉറങ്ങിയാൽ എപ്പോൾ പോകാനാ? സ്കൂൾ ബസ് വരുമ്പോഴത്തേനും റെഡി ആകത്തില്ല കേട്ടോ. എഴുന്നേക്ക്, ഇത് എത്ര തവണ വിളിക്കണം ഞാൻ? നിങ്ങളുടെ രാവിലെകൾ ഇത്രയും നെഗറ്റീവാണോ? അതെ, ഞാൻ ഈ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ എന്തോ വലിയ ഭാരിച്ച കാര്യം എന്തോ ഞാൻ ഇപ്പം പറയുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത് കേട്ടോ. എനിക്കെപ്പോഴും പറയാനുള്ളത് വളരെ നുണുങ്ങ് കാര്യങ്ങളായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നതൊന്നും വലിയ സിദ്ധാന്തങ്ങളല്ല. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ കോഡിയലായിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ലവബിളായിട്ടിരിക്കാനും എന്തൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ചില കാര്യങ്ങളൊന്നും പാലിച്ചില്ലെങ്കിലും ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ പാലിച്ചാലുണ്ടല്ലോ അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അതൊരു പുതിയ ഔട്ട്ലുക്ക് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നേക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പരിശീലിച്ച് ചെയ്ത് നോക്കി വിജയിച്ചു എന്നുറപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അത് എൻ്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും മറ്റമ്മമാരുടെ ട്രബിൾസ് കേൾക്കാനും ഒക്കെ താല്പര്യമാണ്. അതിലവരെ ഹെൽപ്പ് ചെയ്യാനും എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞു കൊടുക്കാനും വേറൊരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തെ കാര്യം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആർക്കേലും ഇഷ്ടമാണോ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ വിളിച്ചുണർത്തുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണോ? നമ്മൾ ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പല നിർബന്ധങ്ങളും പല കാരണങ്ങളും മൂലം അലാറമൊക്കെ വെച്ച് പരാതി കൂടാതെ എഴുന്നേൽക്കുന്നുണ്ടാവും. പക്ഷേ നല്ല ഒരു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല കേട്ടോ. എല്ലാവർക്കും ആ ഉറക്കം സുഖമായിട്ട് തന്നെ പൂർത്തിയാക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പിള്ളേർ എത്ര വർഷം സ്കൂളിൽ പോകണം? ഒരു 3 വയസ്സിൽ അവരെ സ്കൂളിൽ വിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ 17 വയസ്സിൽ +2 ആവുന്നതിന് വരെ അവർ പോകേണ്ട ഒരു സ്ഥലമാണല്ലേ സ്കൂള്. എന്തോ ഒരു വലിയ ഒരു മൈൽ സ്റ്റോണാണ്. എത്രയോ കാലം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു ജോലി കിട്ടിയാൽ പോലും ഒരു സ്ഥാപനത്തിൽ അവർ അത്രയും വർഷം ജോലി ചെയ്യണമെന്നില്ല. അപ്പം അവർ ഏറ്റവും കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. അവിടേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ, അവിടേക്ക് നമ്മൾ പോയി തുടങ്ങുമ്പോൾ അവരോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് പറയുവാണെങ്കിൽ ഒരു പോസിറ്റീവ് അസോസിയേഷൻ അവർ സ്കൂളുമായിട്ട് കൊടുക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ വിളിക്കുമ്പം എഴുന്നേറ്റില്ലേ, സ്കൂളിൽ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ഈ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുന്നത്? നമ്മൾ ആ നല്ല ഉറക്കത്തിൽ നിന്ന് കുഞ്ഞിനെ ഉണർത്തിയിട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തുവാ? സ്കൂളിൽ പോകണ്ടേന്ന്. അപ്പോൾ അവർ ഈ നല്ല ഉറക്കത്തിൽ നിന്ന് മുഷിപ്പോടെ ഉണരുമ്പോൾ ആദ്യം കേൾക്കുന്നത് എന്താ? സ്കൂളിൽ പോകണ്ടേന്ന്. അപ്പോൾ ഈ സ്കൂളിൽ പോകാനായിട്ടാണ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഈ സ്ലീപ്പ് അഫക്റ്റഡ് ആവുന്നതെന്നുള്ള കാര്യം കോൺഷ്യസ് അല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലാവുമല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ച് ഉണർത്തുന്നത് കാരണം എനിക്ക് സ്കൂളിനോടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ രാവിലെ സ്കൂളിൽ പോകണ്ടായിരുന്നെങ്കിൽ എഴുന്നേക്കണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം സാറ്റർഡേ സൺഡേ ഡിഫറൻ്റ് ആണ് അല്ലേ? സ്കൂളിൽ പോകണ്ടാത്തപ്പോൾ അത്രയും നമ്മളെ തിരക്ക് പിടിച്ചാലും ഉണർത്തുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? അവരെ ഉണർത്തുമ്പോൾ ഞാൻ ഒരിക്കലും എഴുന്നേക്ക്, സ്കൂളിൽ പോകണ്ടേ, സ്കൂൾ ബസ് വരില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ഉണർത്തില്ല. എന്തിനാണ് നല്ലൊരു ദിവസം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് കാണേണ്ട ഒരു കാര്യത്തെപ്പറ്റി നെഗറ്റീവായിട്ടും ദേഷ്യപ്പെട്ടും ധൃതി വെച്ചും പറഞ്ഞ് അവരുടെ ജീവിതം ചീത്തയാക്കുന്നത്, അവരുടെ അന്നത്തെ ദിവസം ചീത്തയാക്കുന്നത്? അതുകൊണ്ട് ഞാൻ പൊതുവെ എന്തൊക്കെയാണ് ചെയ്യാമെന്നറിയോ? ഇപ്പം തീരെ കുഞ്ഞിലെ അവർക്ക് യൂണിഫോം ഇല്ല, കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അവരുടെ ക്ലോത്ത് ക്യാഡി ഉണ്ട്. അതായത് അവരുടെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെക്കുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു ക്യാഡി ഉണ്ട്. ആ ക്യാഡി ഞാൻ കട്ടിലെ കൊണ്ട് വെച്ച് ചോദിക്കും, ഏതുടുപ്പിട്ടാണ് ഇന്ന് സ്കൂളിൽ പോകുന്നതെന്ന് ചോദിക്കും. അപ്പം ഇത് ചൂസ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അവർ എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, നമ്മൾ ഇന്ന് എന്തെങ്കിലും അവർ സ്കൂളിൽ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കളികൾ കൂടുതലായിട്ടുള്ളൊരു ദിവസമാണ്, ഇൻ്റർനാഷണൽ പ്ലേ ഡേ ഒക്കെ വന്നപ്പം കുഞ്ഞുങ്ങളുടെ സ്കൂളിലൊക്കെ ഈ മറ്റേ സാൻഡിലും വെള്ളത്തിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുള്ള ദിവസമല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഫുട്ബോൾ കോച്ചിങ് ഉള്ള ദിവസമാണെങ്കിൽ അവർക്കത് വലിയ എക്സൈറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ കാര്യം ചോദിക്കും. നമ്മൾ ഇന്നലെ ആ ബുക്ക് എടുത്ത് വെച്ചായിരുന്നോ ബാഗിനകത്ത്? നമ്മൾ കളർ പെൻസിൽ ബാഗിൽ എടുത്ത് വെച്ചായിരുന്നോ? ഇങ്ങനത്തെ ഞാൻ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ചിലപ്പോൾ ഞാൻ പറയുന്നത് അന്ന് കളിക്കുടുക്കയോ മാജിക് പോട്ടോ വരുന്ന ദിവസമായിരിക്കും. ഡോറ് തുറന്നാൽ അതിന് വാതൊക്കെ കിടപ്പുണ്ടാവും, കളിക്കുടുക്കയോ മാജിക് പോട്ടോ, നമുക്ക് എടുക്കണ്ടേ, നമുക്ക് പോയി എടുത്തിട്ട് വന്നാലോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് ഞാൻ ഉണർത്താറ്. എല്ലാ ദിവസവും നമുക്ക് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടിയെന്ന് വരില്ല. ചില ദിവസം ഞാൻ പറയാം, അമ്മയുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു കുഞ്ഞു മുറിവുണ്ടെന്നോ അതിൽ മരുന്ന് തേച്ച് തരണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ അമ്മുമ്മ മറ്റേ സ്നാക്സ് എടുത്ത് വെച്ചിട്ടില്ല, നമുക്ക് പോയി സ്നാക്സ് എടുത്ത് വെക്കാമെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ
അവർക്ക് എഴുന്നേറ്റ് വന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉണർത്തും. എന്നിട്ട് അത് ചെയ്യാനായിട്ട് അവരുടെ കൂടെ കൂടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ പറയുന്ന കാര്യം ചെയ്യണം കേട്ടോ, അല്ലാതെ നമ്മൾ കളിപ്പിക്കരുത് അവിടെ. അങ്ങനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ ചെയ്യാൻ പറ്റില്ല. അപ്പം സ്നാക്സ് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവരെ കൊണ്ട് സ്ലാബിലിരുത്തി സ്നാക്സ് എടുത്ത് വെക്കുന്നതിൽ കൂടെ കൂട്ടണം. അപ്പം നമ്മളത് സത്യസന്ധമായി തന്നെ ചെയ്യണം. അങ്ങനെ അവർക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചെയ്യാൻ ഇഷ്ടം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഉണർത്തുവാണെങ്കിൽ അവർ ഉണരുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും. സ്കൂളിൽ പോകാനായിട്ട് ഉണരണമല്ലോ, സ്കൂൾ ബസ് വരണത് കൊണ്ട് ഞാൻ എഴുന്നേൽക്കണമല്ലോ എന്നും നമ്മുടെ പിള്ളേർ വിചാരിക്കുന്നതിനേക്കാൾ എന്ത് രസമാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഓർത്ത് അവർ എഴുന്നേറ്റിട്ട് സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നത്. അപ്പോൾ അവർ പോസിറ്റീവായിട്ട് നിൽക്കും. പിന്നുള്ള വഴക്കുകളും കുറയും. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാമെന്നറിയാം. ഇപ്പം പുതിയ ബ്രഷ് ഉണ്ടെങ്കിൽ ആ പുതിയ ബ്രഷ് വെച്ച് പല്ല് തേക്കണ്ടേ എന്ന് പറയാം. പുതിയ സോപ്പ് വെച്ചാണ് നമ്മുടെ സോപ്പ് തലേദിവസം തീർന്നു പോയി, പുതിയ സോപ്പാണെങ്കിൽ നമ്മൾ പുതിയ സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, പൊട്ടിച്ചിട്ട് ആരാദ്യം കുളിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എത്ര ക്രിയേറ്റീവ് അല്ലാതെ, നമ്മൾ എത്ര ചിന്തിക്കാതെയാണ് ഈ സ്കൂളിൽ പോകണ്ടേ, എഴുന്നേക്കണ്ടേ, സ്കൂൾ ബസ് എന്ന് പറഞ്ഞ് അവരെ ഈ പേടിപ്പിച്ച് ഉണർത്തുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാകത്തില്ല. സ്കൂളിനെ അവർ വെറുക്കില്ല. അവർക്ക് ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാവും, എനർജി ഉണ്ടാവും. നമുക്ക് രാവിലെ അവരുടെ ആ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ട് കാര്യങ്ങൾ വേഗം നടക്കുന്നതുകൊണ്ട് നമ്മുടെയും ആ ദിവസം നല്ലതാവും. അതുകൊണ്ട് വലിയ കാര്യമല്ല, എന്നാലും നിങ്ങൾ ഈ ചെറിയ കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഇത് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് റഷ് ചെയ്യാൻ തോന്നുവാന്ന് വെച്ചോ. അതായത് സ്കൂൾ ബസ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ റെഡി ആവുന്നില്ല, എല്ലാ കാര്യത്തിനും വലിയ താമസം നേടുമെന്ന് വെച്ചാൽ കുഞ്ഞൊരു ടിപ്പ്, ജസ്റ്റ് ഹാഫ് ആൻ അവർ, വെറും അരമണിക്കൂർ മുന്നേ നിങ്ങളും കുഞ്ഞും ഒന്ന് ഉണർന്ന് നോക്ക്. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഇതിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ ഈ കറക്റ്റ് ഒരു 8:45 വണ്ടി വരുന്നതെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റിട്ട് 8 മണിക്ക് പിള്ളേരെ ഉണർത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മളൊരു ചെറിയ റഷ് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്ക് റഷ് അത്രയും ഇഷ്ടമല്ല. അതുകൊണ്ട് ചിലപ്പം അവർ പലപ്പോഴും ഒന്ന് റെസിസ്റ്റ് ചെയ്യും. പല്ല് തേക്കാന്ന് പറയുമ്പോൾ അവർ കുറച്ച് നേരം കൂടെ കസേരയിൽ ഇങ്ങനെ മാണ്ടിരിക്കും. അപ്പോൾ അത് വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമുക്ക് ദേഷ്യം വന്നാൽ, ഞാൻ നേരത്തെ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ദേഷ്യം വന്നാൽ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൻസ് ചെയ്തിട്ട് കൂടുതൽ ഫ്രസ്ട്രേറ്റിംഗ് ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തെ നമ്മൾ ഈ പരിപാടി തുടങ്ങുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു റഷ് നമുക്കുണ്ടാവില്ല. അപ്പം നമുക്ക് ആ ഫ്രസ്ട്രേഷൻ വരില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ കോപ്പറേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കിത് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്നോട് പറയണേ, എനിക്ക് സന്തോഷമാവും.